സർ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ മലയാളത്തിലാണെങ്കിൽ അതിന്റെ 7ാം സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസ് മലയാളം സീസണിൽ ഇത്തവണ പതിവ് പോലെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പൊതുവെ ഇത്തരം വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഇതെന്തോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണെന്ന് തോന്നി. നമ്മുടെ സൊസൈറ്റിയിൽ ബിഗ് ബോസ് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം വളരെ വലുതാണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്ത് സംഭവിക്കുന്ന കണ്ടന്റുകളെ നമുക്ക് അത്രയ്ക്ക് നിസ്സാരവൽക്കരിക്കാൻ ഒട്ടും സാധിക്കില്ല. സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും ഇതിനോടകം തന്നെ ബിഗ് ബോസിന്റെ പല സീസണുകളിൽ വഴിവെച്ചിട്ടുണ്ട്. പല ആളുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. സൊസൈറ്റിയിൽ ഒരുപാട് പോസിറ്റീവായി ചിലരെ കാണാനും ചിലരെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള നെഗറ്റീവ് വശങ്ങളും ബിഗ് ബോസിനുണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ഷോ മലയാളത്തിൽ എന്ന് മാത്രമല്ല എല്ലായിടത്തും ഇത്രയേറെ സ്വീകാര്യത ലഭിക്കാൻ എന്തായിരിക്കാം കാരണം? കാരണം ഇതിന്റെ അകത്ത് പങ്കുവയ്ക്കപ്പെടുന്ന കണ്ടന്റുകൾ ഏതൊരു സാധാരണ വീടുകളിലും നടക്കുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണ്. അതൊരു 4 ചുവരിന്റെ അകത്ത് നടക്കേണ്ടതാണ്. നമ്മൾ അതേ 4 ചുവരിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് ഒരു സാറ്റലൈറ്റ് ചാനൽ വഴി ഒരു ടിവിയിൽ കൂടി നമ്മൾ അത് കാണുന്നത്, ഒരു ഷോയായി കാണുന്നത്. ഇപ്പോൾ മൊബൈലിൽ കാണാം, ജിയോ ഹോട്ട്സ്റ്റാറിൽ 24/7 ലൈവ് ആണ്. അപ്പോൾ 24 മണിക്കൂറും കുറച്ച് ആളുകളുടെ ജീവിതത്തിലേക്ക് 70ഓ 74ഓ ക്യാമറകൾ തുറന്നു വയ്ക്കപ്പെടുകയാണ്. ഈ ഷോ ഈ വിധത്തിൽ തുടക്കത്തിൽ വലിയ എതിർപ്പുകൾ ബിഗ് ബോസിനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ ബിഗ് ബോസ് ഞാൻ കാണാറില്ല എന്ന് പറയുമ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു പ്രിവിലേജ് സൊസൈറ്റിയിൽ നമുക്കുണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഷോ ഇത്രയധികം മനുഷ്യരെ സ്വാധീനിക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസിനെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ അങ്ങനെ വേണമല്ലോ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, അതിനെ റിയാലിറ്റി ഷോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. 1999 നെതർലൻഡ്സിലെ ഒരു ടി വി കമ്പനിയാണ് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യത്തെ ഈ ഷോ ആരംഭിക്കുന്നത്. അന്ന് അതിലെ പങ്കെടുത്ത ആളുകളൊക്കെ സെലിബ്രിറ്റി പാർട്ടിസിപ്പൻസ് ആണ്. അതായത് സിനിമാ താരങ്ങൾ, മോഡലുകൾ, രാഷ്ട്രീയക്കാർ, പിന്നെ സയന്റിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ആ ഷോയിൽ 2007 തോന്നുന്നു, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ആ ഷോയിൽ, ബിഗ് ബ്രദർ ഷോയിൽ പങ്കെടുക്കുന്ന ശില്പ ഷെട്ടിയാണ്. ശില്പ ഷെട്ടിക്ക് അന്ന് അവിടെ വംശീയ വിവേചനം നേരിടേണ്ടി വന്നു എന്നൊരു വലിയ വിവാദം അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഷോ ആരംഭിക്കുന്നത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നത് 2006 സൽമാൻ ഖാനാണ് അന്നും ഇന്നും ഈ പറയുന്ന ഷോയുടെ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ആദ്യകാലത്ത് സെലിബ്രിറ്റികൾ അതുപോലുള്ള ആളുകളൊക്കെ വരികയും പിന്നീട് അത് ഈ പറയുന്ന നമ്മളുടെ വീടുകളിലേക്ക് കുടുംബം അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ഒരു ചെറിയ ക്രോസ് സെക്ഷനിലേക്ക് അതിന്റെ ഫ്രെയിം കണ്ടൻസ് ചെയ്തു, അല്ലെങ്കിൽ ഫ്രെയിം ചുരുക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത് നടക്കുന്നത്. ഇതിപ്പം കേരളത്തിലെ മലയാളത്തിൽ അത് 7ാം സീസണോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഹിന്ദിയിലുണ്ട്, തമിഴിലുണ്ട്, തെലുങ്കിലെല്ലാം ഈ ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള ഒരു പരാതി സാധാരണ പറയുന്നത്, ഈ ഷോ ഒരു സബ്റ്റിൽ ഷോയാണ്, ഇതിലെ പല എലമെന്റുകളും സൊസൈറ്റിയെ ബാധിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഇത് കാണുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, വിദേശത്തുമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഈ ഷോ കാണുന്ന ആളുകളുണ്ട്. എന്താണ് ഇവരുടെ ചേതോവികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ ഷോ കാണുന്ന ആളുകൾ അവര് സാധാരണക്കാരാണ്, അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊന്നുമല്ല. പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന ഡേ ടു ഡേ ലൈഫിൽ കുരുങ്ങി കിടക്കുന്ന കുറെ ആളുകളാണ്. അവരാണ് ഈ ഷോയുടെ വ്യൂവേഴ്സ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നതെന്ന് പറയുന്നത് ഒരു എക്സ്ട്രാവഗൻസയാണ്, അതായത് അതിശയകരമായ ഒരു കാഴ്ച ആണ് കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കിളി, കുറെ സ്വപ്നാടനം,
ചിന്തകളുടെ, വികാരങ്ങളുടെ, സാഹസികതകളുടെയൊക്കെ ഒരു ബഹിർസ്ഫുരണമൊക്കെ അവർക്ക് ഇന്റേണലായിട്ട് കാണികൾക്ക് ഫീൽ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഇതിന്റെ വിമർശകർ പറയുന്ന ഇതിനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ സിനിമയെ പറ്റി ഇങ്ങനെയുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പം അതായത് നിങ്ങൾ കമ്മീഷണർ കണ്ടതിന്റെ വൈകാരിക എന്താണ്? അതായത് നിങ്ങൾക്ക് ഒരു ഇവിടുത്തെ അഴിമതിക്കെതിരെയോ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കെതിരെയോ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ അതിനെതിരെ പ്രതികരിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവിടെ ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ സബ്റ്റിൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ഈ ലോകം എന്ന് പറയുന്ന സംഗതി മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്, അല്ലെങ്കിൽ മനസ്സാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ആദ്യത്തെ മോട്ടോർ കാർ മെർസിഡസ് ബെൻസ് ഉണ്ടാകുമ്പോൾ അതിനു മുമ്പ് അതുണ്ടാക്കിയ എഞ്ചിനീയറുടെ ഉള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാറ് രൂപപ്പെട്ടു വന്നു. അപ്പൊ മനസ്സിലുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത്. ഈ ബിഗ് ബോസിന്റെ അകത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്താണ്, ഈ കാലം പുരോഗമിച്ചപ്പോൾ വളരെ ഇപ്പം ഇതിനെ കണക്ട് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബ്രദർ എന്നുള്ള ഒരു ടേമുമായിട്ടാണ്. അത് ഓർവെലിന്റെ 1984 ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്നാണ് ബിഗ് ബ്രദർ എന്ന് പറയുന്ന നെതർലൻഡിലെ TV കമ്പനി പേരിട്ടപ്പോൾ എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എവരിബഡി ഈസ് അണ്ടർ വാച്ച്. നമ്മൾ ഇവിടെ പറയുന്ന മേളിലൊരാൾ ഇരിപ്പുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ, പക്ഷെ നമുക്കത് അതിനെയൊക്കെ, അതായത് മനസ്സ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മനസ്സിന്റെ നിഗൂഢതയിൽ മനുഷ്യന് എന്തൊക്കെ വേണമെങ്കിലും ആയിത്തീരാൻ പറ്റും, അതാണ് കാണുന്നത്. പക്ഷേ അത് സൊസൈറ്റിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വിഷയമുണ്ട്. സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാൻഡലിസം ആകാം, ക്രൈം ആകാം, പിന്നെ മൊറാലിറ്റിക്കെതിരാകാം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഭൂരിപക്ഷം ജനങ്ങളും എന്ത് ചെയ്യും? അതിനെ സപ്രസ് ചെയ്യല്ല, കൂടുതൽ ഒരു അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈ സപ്പറേഷൻ എന്നുള്ള വാക്കൊക്കെ മോഡേൺ സൈക്കോളജിസ്റ്റ് കോയിൻ ചെയ്തതാണ്. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ചില കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന കാര്യം, അതായത് മനസ്സിന്റെ നിഗൂഢതയിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളുടെ അവനവന്റെ വാസനകളിലൂടെ പുറത്തു വരുന്ന കുറെ കാര്യങ്ങൾ ഈ ബിഗ് ബോസിലൂടെ ജനം കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതിനെ വിമർശിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്താണ് ഈ ട്രക്കിങ്ങിന് പോകുന്നു. ട്രക്കിങ്ങിന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുകയാണ്. ട്രക്കിംഗ് ആസ്വദിക്കുന്നു, ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നു, പിന്നെ DJ പാർട്ടികളിൽ പങ്കെടുക്കുന്നു, മയക്കുമരുന്ന്, മദ്യം തുടങ്ങി ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സൊസൈറ്റി ചെയ്യുന്നുണ്ട്. അതിന്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ശരിക്കും ഈ ബിഗ് ബോസ് പോലുള്ള ഷോകളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ബിഗ് ബോസും ടെലിവിഷനും ഒക്കെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആസ്വദിച്ചിരുന്നത് പുസ്തകങ്ങൾ ആസ്വദിച്ചിരുന്നിട്ടുണ്ട്. അത് സിനിമയ്ക്കൊക്കെ മുമ്പ് പുസ്തകങ്ങളാണ് ആസ്വദിച്ചിരുന്നത്. പുസ്തകങ്ങൾ ആസ്വദിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനെ ഈ പുസ്തകങ്ങളുടെ ഭാഷയിലേക്കും ആശയങ്ങളിലേക്കും അതിന്റെ ആ ഒരു കോർഡിനേഷനിലേക്ക് ഒക്കെ കടത്തിവിട്ടിട്ട് ഉള്ളിലൊരു ലോകമുണ്ടാക്കി ആ ലോകത്തില് നമ്മൾ തന്നെ അഭിരമിക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അപ്പം ഈ പറഞ്ഞ വിഷയം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിൽ ഇതിനെക്കാട്ടിലും വളരെ മോശമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ
ഇവര് ഇതിനെ എതിർക്കുന്നതിന് ബിഗ് ബോസ് പോലുള്ള ഷോകളെ എതിർക്കുന്നവര് പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ദിവസവും മറ്റേ ടെലിവിഷനിൽ വാർത്തയായിട്ടും പത്രങ്ങളിൽ അച്ചടിച്ച വാർത്തയായിട്ടും ഒക്കെ വായിക്കുന്നുണ്ട്. ഏറ്റവും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഷായം കൊടുത്ത് കൊല്ലാം എന്ന് വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, ബുദ്ധിജീവി, വളരെ പരസ്യമായിട്ട് പറഞ്ഞു. കാരണം കഷായം കൊടുത്ത് കൊല്ലുക എന്ന് പറയുന്ന ഒരു ട്രെയിറ്റ് എവിടെയോ ആരുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് അതവര് എക്സ്പ്രസ് ചെയ്തു. പിന്നെ അതിന്റെ പുറത്ത് ഉരുണ്ട് കളിച്ചു എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അപ്പൊ ബേസിക്കലി ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നതിൽ കൂടുതൽ യാഥാർത്ഥ്യമാണ് സമൂഹത്തിൽ ഉള്ളത്. പിന്നീടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിലെ പാർട്ടിസിപ്പൻസിന്റെ പലരും അവര് പുറത്തെ സൊസൈറ്റിയിൽ നിന്നും കട്ട് ഓഫ് ആണ്. അതായത് മൊബൈലില്ല, ദേ ആർ അണ്ടർ സർവൈലൻസ്, നിരീക്ഷണത്തിലാണ്, ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അവർ മുമ്പ് ചെയ്ത എപ്പിസോഡുകൾ കാണാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പലരും അവരുടെ റിയൽ പേഴ്സണെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത്. അതില് എനിക്കത്ര ബോധ്യമില്ല. കാരണം ഒരു മനുഷ്യനും അങ്ങനെ അവന്റെ റിയൽ പേഴ്സണെ എക്സ്പ്രസ് ചെയ്യാറില്ല. അവൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവന്റെ വാസനകളുടെ, ട്രെയ്റ്റുകളുടെ ഒരു പാർട്ട് മാത്രമാണ്. ആ പാർട്ടിനെ, അതുകൊണ്ടാണ് മറ്റൊരാള് കഷായം കൊടുത്ത് കൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ അത് ഏറ്റുപിടിച്ചത്. അപ്പൊ നമ്മളുടെ ട്രെയ്റ്റ് അവിടെ, ആ വാസന, അങ്ങനെയുള്ള വാസനകളുടെ നമുക്ക് കണ്ടീഷൻ, ഒരു ഫ്രെയിമിൻ്റെ അകത്ത് പുറത്തുവിടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന ബിഗ് ബോസിന്റെ അകത്ത് അല്ലെങ്കിൽ അതുപോലുള്ള റിയാലിറ്റി ഷോകളിൽ വരും. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് പലരും സഹതപിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരുടെയും കുടുംബ ബന്ധങ്ങൾ തകർന്നു. ഹൂ കെയർസ് എന്ന് ചോദിച്ച പോലെ ഉള്ളത്. കാരണം അങ്ങനെ അതിന് ഒരു മൂല്യം കൊടുക്കും എന്നുള്ള ഒരു ട്രെയ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു തടസ്സം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വിധ വിഷയങ്ങളൊന്നും വരില്ല. കാരണം വളരെ സെലക്റ്റീവായിട്ട് മൈൻഡ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുവിടത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അറിയാതെ പറഞ്ഞു അല്ലെങ്കിൽ അറിയാതെ ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമില്ല. എല്ലാം അറിഞ്ഞിട്ടുമാണ് ഓരോ ആളും ചെയ്യുന്നത്. പക്ഷേ ചില മുഹൂർത്തത്തിൽ ഇത് പറയണം എന്ന് അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ നമുക്കൊരു തിരശീല വീഴും. മനസ്സിന്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ സ്വത്വത്തിന്റെ പുറത്ത് ഒരു തിരശീല വീഴും. ഇപ്പോഴത്തെ സ്വത്വത്തിന്റെ പുറത്ത് ഒരു തിരശീല വീഴുകയും അത് പുറപ്പെടുക, അതിനെയാണ് നമ്മൾ അറിയാതെ പറഞ്ഞുപോയി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെറിറ്റ്സ്, അതായത് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ്, അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യത്തിന്റെ വലിയ ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ കഷണം മാത്രമാണ് ഈ ബിഗ് ബോസിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ഇനിയിപ്പം നിങ്ങൾ വലിയ ഈ മൂല്യത്തിലൊക്കെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇതൊക്കെ ധാർമ്മികമായിട്ടൊക്കെ ജീവിതം പോകണം എന്നൊക്കെ വിചാരിക്കുന്നവര്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ജീവിക്കുന്നതിനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ധാർമ്മികമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് പോലും ചില സമയങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ഡീവിയേഷൻസ്, ആ ഡീവിയേഷൻസിനെയാണ് ഈ കലാകാരന്മാർ അല്ലെങ്കിൽ കലയുടെ മാധ്യമത്തിൽ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു മാർഗവും ഇല്ല. അതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് ഇപ്പോൾ നിലവിൽ മാർഗമൊന്നുമില്ല. അത് കലാകാരന്മാരും ഈ കലയിൽ പങ്കെടുക്കുന്നവരും അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം പോയി വായിച്ചു നോക്കുക എന്നുള്ളതാണ്. നാട്യശാസ്ത്രത്തിൽ ധാർമ്മികമായിട്ട് എങ്ങനെ കല അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്
ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ പോക്ക് അങ്ങനെയാണ്. ഇത് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു എന്താണ് സോഷ്യൽ ക്രിയേഷൻസ് ഒന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ട് ഈ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സൊസൈറ്റി എന്താണോ അതിൻ്റെ ഒരു ഷാഡോ ആയിട്ട് ഇതൊക്കെ വരും. സോ ഇതിൻ്റെ മെറിറ്റിനെ പറ്റിയോ ഡീമെറിറ്റിനെ പറ്റിയോ ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ല. മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ടാവും. പിന്നീട് കാണണം എന്നുള്ളവർക്ക് ഇത് കാണാം, കാണണ്ട എന്നുള്ളവർക്ക് ഇത് വിട്ടുകളയാം. പിന്നീട് ഇതിൽ പങ്കെടുക്കുന്നവരുടെ എന്താണ് ജീവിതത്തിനെ ചിലരുടെയെങ്കിലും ജീവിതത്തിനെ തകിടം മറിക്കുന്നുണ്ടെങ്കിൽ അത് അവരാണ് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് എടുക്കേണ്ടത്. സോ ഇതിൽ കൂടുതലൊന്നും ബിഗ് ബോസിനെ പറ്റി പറയാനില്ല. ബിഗ് ബോസ് കൊള്ളാം. എന്തായാലും ബിഗ് ബോസ് അതൊരു റിയാലിറ്റി ഷോയാണ്, ഒരു ഗെയിം ഷോയാണ്. അതിന്റെ അകത്ത് ജീവിതത്തെ റിയൽ ആയി കാണിക്കുക എന്നുള്ളതാണ് ഗെയിം. പലരുടെയും ആ റിയാലിറ്റി മനസ്സിലാക്കുമ്പോഴാണ് ഇത്രയും നാൾ നമ്മുടെ ഫോൺ സ്ക്രീനിലോ അല്ലെങ്കിൽ ടിവിയിൽ കണ്ട ഇന്റർവ്യൂകളിലോ ഉള്ള ആളുകളല്ല പലരും എന്ന് നമുക്ക് മനസ്സിലാവുക. എന്തായാലും ബിഗ് ബോസ് ഷോ അശോക് സർ പറഞ്ഞു നിർത്തിയതുപോലെ കൊള്ളാം, വ്യക്തമാണ്. താങ്ക് യു സർ.